ചുമന്നിരിക്കുന്നു. നമ്മൾ എന്തോന്ന് അപ്പോയിൻമെൻറ്റ് എഴുതി കൊടുത്തിട്ടാണോ ഈ വെളുത്തിങ്ങനെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവ് വല്ലതും ഉണ്ടോ ഇതിനകത്ത്? പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്, ബോഡി ഷേമിങ്ങിനെ പറ്റി പണ്ടാണെങ്കിലും ചേച്ചി ഇപ്പം ശ്രീനിവാസൻ എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അങ്ങനെയല്ല ചോദിച്ചേ. അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണയാക്കുന്നുണ്ട്. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ 3 പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്തു വെച്ചു? ഞാൻ പറഞ്ഞ അതിനിടയ്ക്ക് ശ്രീനിവാസന്റെ ഒരു പടം ഉണ്ടത് ഞാൻ ചെയ്യുന്നു. മനസ്സിലായോ? അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം ഉദിക്കുന്നില്ല. എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, എനിക്കിഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യമില്ലാത്ത. ചോദ്യം അതായിരുന്നു, ചേച്ചി പറഞ്ഞ വാക്കുകളൊക്കെ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല. എൻ്റെ അടുത്തിരുന്നു ആരും ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുമന്നിരിക്കുന്നു. നമ്മൾ എന്തോന്ന് അപ്പോയിൻമെൻറ്റ് എഴുതി കൊടുത്തിട്ടാണോ ഈ വെളുത്തിങ്ങനെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവ് വല്ലതും ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കി ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അത് അയാൾ കാണാൻ കൊള്ളാത്തവരാന്ന് എങ്ങനെയാണ് പറയുന്നത്? ആർക്കും പറയാനൊക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല. സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല. നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ? അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക്. അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും. അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത്? പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതങ്ങ് കണ്ട് ഇത് ചെയ്യുന്നു. പക്ഷെ പേഴ്സണലി എനിക്കിഷ്ടമല്ല. സൗന്ദര്യത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറയുവാണെങ്കിൽ അതല്ല ഇപ്പൊ പറഞ്ഞേ. എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, അല്ലാത്തവരൊക്കെ അതും ഇല്ലാത്തവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ? അത്രേ ഉള്ളൂ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പം ബഡ്ജറ്റ് വൈസ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അത് പറയുന്ന കോണ്ടന്റ് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിലെ പെർഫോമൻസ് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിലെ പൊളിറ്റിക്സ് അത്തരത്തിലുണ്ട്. അപ്പം സിനിമകളുടെ വലിപ്പച്ചെറുപ്പം പാർവതി മാം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഔട്ട് ഓഫ് സിലബസ് കഴിഞ്ഞ് നോട്ട്ബുക്കും കഴിഞ്ഞപ്പോഴാണ് ശരിക്കൊരു കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയത്. എനിക്ക് അഭിനയം തന്നെ മതിയെന്ന്. അതുവരെ അപ്പോഴും അച്ഛനമ്മയും പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വിനോദയാത്രയായി, പൂ വന്നു. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ കുറേയും കൂടെ ക്ലാരിറ്റിയാണ്. ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ കാലഘട്ടം ഉണ്ടല്ലോ, അതിപ്പോഴും 18 വർഷമായി. പക്ഷെ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ. എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല. അത് എത്ര എന്താ പറയുക ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് കിട്ടിയാൽ മതി. അത് 2 സീനാണെങ്കിലും 5 സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിൻ്റെ ഒരു ചായ്വ്, അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്രൂവിൻ്റെ കൂടെ. അഞ്ജലീനൊക്കെ ഞാൻ ഒരുപാട് കത്തെഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്ക്ഡിൻ്റെ ലിങ്ക് അയച്ചും ഒക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ റോൾ എനിക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേയ്സിൽ. അപ്പം ഇപ്പോഴും അതേപോലെയാണ്. ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലുപ്പം ചെറുപ്പം തീരുമാനിക്കുക എന്നുള്ളതാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ദ പൊളിറ്റിക്സ്, അതുമായിട്ട് ഞാൻ അലൈൻഡ് ആണോ, കഥയുടെ കുറച്ചും കൂടെ കഥേൻ്റെ കുറച്ചും കൂടെ വിടാം. പക്ഷേ ഡയറക്ടറിൻ്റെ വിഷനുമായിട്ട് ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം. ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്.